ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണ്, മാധ്യമങ്ങളെ കാണുകയാണ്. ഞാൻ അതിലേക്ക് പോയതിനു ശേഷം ജോർജ് ജോസഫിലേക്ക് എത്താൻ തിരിച്ചു. So we'll soon find something, hopefully. 1 മണിക്കും ഇടയിലാണ് മിസ്സിംഗ് ടൈം പറയുന്നത്. That is only one item. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്കൊന്നും ഇപ്പോൾ പറയാനൊന്നും ആയിട്ടില്ല. So we'll find something. We should find the child first. സ്കൂട്ടർ തന്നെയാണ്, അങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. ആദ്യം our objective is to get the child first, wherever she is. Then we will find out all the background. ഈ പറയുന്ന സമയം 12-1 മണിയാണ് എഫ്ഐആർ പറയുന്നത്. അവർ നൽകുന്ന പ്രാഥമിക വിവരം അതും ആക്യുറേറ്റ് ആവണമെന്നില്ല. ഒന്നുമില്ല, അവർ എണീറ്റ് നോക്കുന്ന സമയമാണത് ശരിക്കും. സോ വി ആർ നോട്ട് ഷുവർ. ആൻഡ് there are 2-3 versions. അപ്പോൾ അതൊക്കെ നമ്മൾ എല്ലാവരും they were all sleepy. They were all sleeping. So we have to find more visuals and other such evidence. കൂടുതൽ ദൂരേക്ക് പോയിട്ടുണ്ടാവുന്ന ഒരു സംശയം അതുകൂടെ നമ്മൾ നോക്കേണ്ടി വരും. ഇത്രയും പ്ലാൻ ചെയ്തിട്ട് ഈ ഒരു സ്ഥലത്ത് വന്ന് ഈ ഒരു കുട്ടിയെ മാത്രം എടുത്ത് കൊണ്ടുപോകുന്നത് എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത ജില്ലകളിൽ കൂടെ അലേർട്ട് ആവേണ്ടി വരും. എല്ലാ options are open now. So we are searching everywhere. അത് പറയാറായിട്ടില്ല മാഡം ഇതുവരെ. cannot say it is planned. We cannot say it is random. Could be anything. We are searching. We need some more time. ഇവിടെ അല്ലാതെ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട നാടോടികളായിട്ടുള്ള മറ്റുള്ളവർ ഈ പരിസരത്ത് അതൊക്കെ നമ്മളിപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 5-6 പായ ഇവിടെ വിരിച്ച് അവർ താമസിക്കുന്നുണ്ടായിരുന്നു. So we will examine all of them. Each one of them we have to examine in detail. ബ്രഹ്മോസിന്റെ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ട്. അദ്ദേഹത്തെ നമ്മൾ ചോദിച്ചു, കാരണം അദ്ദേഹത്തിന് കൂടെ നമ്മൾ ചോദിച്ചു. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടി വരും. Because that is the time where everybody is very sleepy. So we cannot completely rely on one person's version. അതാണ്. ഈ ലോറിയിൽ വന്ന ആൾക്കാർ എവിടെ ലോറിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്? ഇവർ കൂടെ നമ്മളിപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They are also regularly coming. ഇവിടെ ആട്ടുകാൽ പൊങ്കാലയുടെ പരിപാടിയൊക്കെ നടക്കുകയാണ്. So there's normal crowd movement ഉണ്ട് ഇവിടെ. പക്ഷെ ഇവർ ഇത് ഇടയിൽ ഇതിന് സംഭവിക്കുന്നത് we are examining how and why and who. Okay? Thank you. തീർച്ചയായും പോലീസ് ഉദ്യോഗസ്ഥൻ